السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ആദരണീയരായ ഉസ്താദുമാർ, പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാവട്ടെ. ഈ ഒരു വേളയിൽ മങ്കൂസ് മൗലിദിലെ രണ്ടാം ഫസ്ല് വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മങ്കൂസ് മൗലിദ് അത് കേരളക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനാണ് അതിനെ രചന നിർവഹിച്ചത്. ഈ മൗലിദ് സുബ്ഹാന മൗലിദിൽ നിന്നും മറ്റു ചില മൗലിദുകളിൽ നിന്നും ചുരുക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് മങ്കൂസ് മൗലിദ് എന്ന് ഇതിന് പേര് വന്നത്. എന്താണ് ഈ മൗലിദിന്റെ പശ്ചാത്തലം? സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവരുടെ സേവന മണ്ഡലമായ പൊന്നാനിയിലും പരിസര പ്രദേശങ്ങളിലും അതിശക്തമായ പകർച്ചവ്യാധികൾ ഉണ്ടായ സമയത്ത് ജനങ്ങളിങ്ങനെ മരിക്കുകയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, മയ്യത്തിന്റെ ആധിക്യം കൊണ്ട് മയ്യത്തിനെ പരിപാലിക്കാനുള്ള പറ്റാത്ത രൂപത്തിൽ ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. അത്രയ്ക്കും പ്രയാസപ്പെട്ടുകൊണ്ട് ജനങ്ങളൊക്കെ ഭീതിയിലായി. ഈ സമയത്ത് നാട്ടുകാരെല്ലാവരും അവരുടെ ആത്മീയ നേതാവായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് പോവുകയാണ്. അവരോട് കാര്യങ്ങളൊക്കെ പറയുന്നു. ഇതിനൊരു പരിഹാരം വേണം. ആ സമയത്ത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മങ്കൂസ് മൗലിദ് ചൊല്ലാനും അതിന്റെ പേരിൽ സദ്യകൾ ഒരുക്കാനും പറയുകയാണ്. ഷെയ്ഖ് അവരുടെ ആ കൽപ്പന സ്വീകരിച്ച് അവർ മങ്കൂസ് മൗലിദ് ചൊല്ലുകയും സദ്യകൾ ഒരുക്കുകയും ചെയ്തു. പിന്നെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ആ രോഗം അവിടുന്ന് നീങ്ങിപ്പോവുകയാണ്. ഇതാണ് മങ്കൂസ് മൗലിദിന്റെ പശ്ചാത്തലം. നാം എല്ലാവരും ആ മങ്കൂസ് മൗലിദ് ചൊല്ലുന്നവരാണ്. എല്ലാ ഫംഗ്ഷനുകളിലും മറ്റുമെല്ലാം ആണ്ടുകളിലും എല്ലാം നാം ആ മങ്കൂസ് മൗലിദ് ചൊല്ലുന്നു. നമ്മുടെ ചർച്ചാ വിഷയം രണ്ടാം ഫസ്ലാണ്. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈ ഫസ്ലിൽ പ്രതിപാദിക്കുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗർഭധാര സമയത്ത് ഉണ്ടായ ഒരുപാട് അത്ഭുതങ്ങൾ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഈ ലോകത്തേക്ക് ഭൂജാതനായത് അമീന ബീവിയുടെ അരക്കെട്ടിന്റെ ഭാഗത്ത് ഉണ്ടായ പ്രത്യേകമായ ഒരു ദ്വാരത്തിലൂടെയാണ്. മറ്റു കുട്ടികളെല്ലാം പ്രസവിക്കുന്നത് പോലെ ഉമ്മയുടെ ഗുഹ്യ ഭാഗത്തു നിന്നല്ല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നത്. ആമിന ബീവിയുടെ ആ പ്രത്യേകമായ ആ ദ്വാരത്തിലൂടെയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് വന്നത്. അത്രയ്ക്കും വളരെ
ശുദ്ധിയായി നല്ല നിലയിലാണ് അവിടുന്ന് ഈ ലോകത്തേക്ക് ഭൂജാതനായത്. ഈ ഫസ്ലിന്റെ ബൈത്തുകൾ നമുക്ക് ചർച്ച ചെയ്യാം. നാം എല്ലാവരും ആ ബൈത്തുകളൊക്കെ നമുക്ക് മനഃപ്പാടമുള്ളവരാണ്. അങ്ങനെ ഈ മങ്കൂസ് മൗലിദ് നാം അതിന്റെ ആശയം ചിന്തിച്ചുകൊണ്ട് ചൊല്ലിയാൽ വളരെയധികം പ്രാധാന്യമുണ്ട്. നമുക്ക് നമ്മുടെ മനസ്സിൽ സമാധാനമുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ രൂപത്തിൽ മൗലിദുകളൊക്കെ ചൊല്ലാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നു, വലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു വന്നൂറു മിൻ വജനാതിഹി യതവഖദു. വലിദൽ ഹബീബ്, പ്രിയങ്കരനായ ആൾ ജനിച്ചിരിക്കുകയാണ്. അസ്സയ്യിദ്, നേതാവായ ഹബീബ് ജനിച്ചിരിക്കുന്നു. അൽ മുതഅബ്ബിദു, ധാരാളമായ ഇബാദത്തുകൾ ചെയ്യുന്ന ഹബീബ് ഈ ലോകത്തേക്ക് ഭൂജാതനായിരിക്കുന്നു. വന്നൂറു മിൻ വജനാതിഹി, അവിടുത്തെ കവിൾത്തളങ്ങളിലൂടെ പ്രകാശങ്ങൾ യതവഖദു, കത്തിജ്വലിക്കുകയാണ്. മുമ്പൊന്നും കാണാത്ത രൂപത്തിൽ മക്കക്കാർ ഇത് കണ്ടപ്പോൾ വളരെ അത്ഭുതമായി. ആമിന ബീവിയുടെ ആ പൊന്നുമകൻ ഈ ലോകത്തേക്ക് വന്നത് അവിടുത്തെ കവിൾത്തടങ്ങളിലൂടെ പ്രകാശിക്കുന്ന മുഖമായിട്ടാണ്. വലിദൽ ഹബീബ്, ഹബീബ് എന്ന് പറയുമ്പോൾ സ്നേഹിക്കുന്നവരും സ്നേഹിക്കപ്പെടുന്നവനും അവരുടെ ആ സ്നേഹം അറ്റത്ത് എത്തുമ്പോഴാണ് ഹബീബ് എന്ന് പ്രയോഗിക്കാറ്. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ പറയുന്നു, എന്റെ ഹബീബ് എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. കാരണം നമുക്കതിന് യോഗ്യതയുണ്ടോ? നാം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ രൂപത്തിൽ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ ഹബീബുല്ലാ എന്ന പ്രയോഗമാണ് ഏറ്റവും നല്ലതെന്ന് അവിടുന്ന് പറയുന്നു. അസ്സയ്യിദ് എന്ന് പറഞ്ഞാൽ, സയ്യിദ് എന്ന് നിരുപാധികം പറഞ്ഞാൽ അത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടുന്നല്ലാതെ വേറൊരു സയ്യിദും ഒരു നേതാവും ഇല്ല. അൽ മുതഅബ്ബിദു, ധാരാളമായി ഇബാദത്ത് ചെയ്യുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഇബാദത്തുകൾ ചെയ്ത് ഇങ്ങനെ നിസ്കരിച്ച് കാൽ നീര് കെട്ടുകയാണ്. ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അതതകല്ലഫു ഹാദാ, എന്തിനാണ് നബിയെ ഇത്രയും ബുദ്ധിമുട്ടുകൊണ്ട് തങ്ങളെ ഇബാദത്ത് ചെയ്യുന്നത്? വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, തങ്ങൾക്കെല്ലാം അല്ലാഹു പുറത്തു തന്നിട്ടില്ലേ? അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അഫലാ അകൂന അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാവേണ്ടയോ? എനിക്ക് എത്ര നിഅമത്തുകളാണ് അല്ലാഹു ചെയ്തു തന്നത്. വന്നൂറു മിൻ വജനാതിഹി യതവഖദു, അവിടുത്തെ കവിൾത്തടം ഇങ്ങനെ പ്രകാശിക്കുകയാണ്. എന്നിട്ട് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നു, ജിബ്രീലു നാദാ ഫീ മനസ്സത്തി ഹുസ്നിഹി ഹാദാ മലീഹുൽ കൗനി ഹാദാ അഹ്മദു. ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണിക്കാൻ വേണ്ടി മലായികത്തുകൾ അലങ്കരിച്ച ഒരു വേദിയിൽ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഹാദാ മലീഹുൽ കൗനി, സുന്ദരനായ ഒരാൾ ജനിച്ചിരിക്കുകയാണ്. ഹാദാ അഹ്മദു, ആ നബിയുടെ പേര് അഹ്മദ് എന്നാണ്. പൂർവ ഗ്രന്ഥങ്ങളിലൊക്കെ അഹ്മദ് എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഏറ്റവും സുന്ദരനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചിരിക്കുന്നു എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടുകയാണ്, വഅഹ്സനു മിൻക ലം തറ ഖത്തു ഐനി വഅജ്മലു മിൻക ലം തരിദിൻ നിസാഉ. വഅഹ്സനു മിൻക, തങ്ങളെക്കാളും ഏറ്റവും സൗന്ദര്യമുള്ള ഒരാളെ ലം തറ ഖത്തു ഐനി, എനിക്ക് ഇന്നേ വരെ കണ്ടിട്ടില്ല.
അജ്മലു മിൻക, തങ്ങളെക്കാളും ഏറ്റവും ഭംഗിയുള്ള ഒരാളെ ലം തലിദിൻ നിസാഉ, ഒരു സ്ത്രീയും പ്രസവിച്ചിട്ടില്ല. മഹാനായ ഹസ്സാൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അവിടുത്തെ ആ സൗന്ദര്യത്തെ ഇങ്ങനെ വർണ്ണിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റി നല്ല നിലയിൽ ജീവിക്കുവാനും അവിടുത്തോടുള്ള ഹുബ്ബ് അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.